ഹായ് കൊച്ചുമക്കളെ, ഇന്ന് ടീച്ചറമ്മ പറഞ്ഞു തരാൻ പോകുന്ന കഥ ഒരു മടിയനായ കുട്ടിയുടേതാണ്. പണ്ടൊക്കെ ഗുരുകുലത്തിലാണ് കുട്ടികൾ പഠിച്ചിരുന്നത്. അങ്ങനെ ഒരു ഗുരുകുലത്തിൽ ഒരു മഹർഷിയുടെ കീഴിൽ ഒരു കുട്ടി പഠിക്കാൻ വന്നു ചേർന്നു. മഹാമടിയനായിരുന്നു അവൻ. മറ്റു കുട്ടികൾ ചെയ്യുന്നതൊന്നും തന്നെ അവൻ ചെയ്തിരുന്നില്ല. നന്നായി കിടന്നുറങ്ങുന്ന അവൻ എണീക്കാൻ തന്നെ ഒരുപാട് നേരമാവും. നേരത്തെ പോയി കിടന്നുറങ്ങുകയും ചെയ്യും. തിന്നുക, ഉറങ്ങുക, തിന്നുക, ഉറങ്ങുക, ഇതുതന്നെയാണ് അവൻ്റെ ജോലി. മറ്റു ജോലികളൊന്നും അവൻ ചെയ്യാൻ കൂട്ടാക്കിയതേയില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇവനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇവൻ്റെ ഗുരു തീരുമാനിച്ചു. ഗുരു അവൻ്റെ കയ്യിൽ ഒരു കല്ല് കൊടുത്തു, തിളങ്ങുന്ന ഒരു കല്ല്. എന്നിട്ട് അവനോട് പറയും, നിന്റെ ഗുരുകുല വിദ്യാഭ്യാസം ഇന്നത്തോടെ അവസാനിക്കുകയാണ്. ഞാൻ നിനക്ക് ഒരു സമ്മാനം തരാൻ പോവുകയാണ്. ഇതാ ഈ ഒരു ചുവന്ന കല്ല്. കല്ലോ? എനിക്കെന്തിനാണ് ഈ കല്ല്? ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം. അവിടെ എൻ്റെ അച്ഛനും അമ്മയും എനിക്കുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് അവിടെ പോയി സുഖമായി ഇരുന്നാൽ മതി. എനിക്ക് സമ്പാദിക്കാനൊന്നും പോകേണ്ട ആവശ്യമേ ഇല്ല. ഈ പയ്യൻ ഗുരുവിനോട് പറയും. അപ്പോൾ ഗുരു പറയും, നിന്റെ അച്ഛനും അമ്മയ്ക്കും എന്തുണ്ടായിട്ടും കാര്യമില്ല. അവരിതാ മരിച്ചു പോവാനായി കൊണ്ടിരിക്കുന്നു. അത്രയ്ക്കും പ്രായമായവരാണ് അവർ. നീ ഇപ്പോൾ വലുതായിരിക്കുന്നു. ഇനി നീ സമ്പാദിച്ചു വേണം അവരെ പുലർത്താനും നിന്റെ അച്ഛനും അമ്മയും നേടിവെച്ചിട്ടുള്ള കൃഷിയെല്ലാം കൊണ്ടു നടക്കാനും. ഗുരു അവനെ ഉപദേശിച്ചു. ഗുരുവിൻ്റെ ഉപദേശമുണ്ടോ അവൻ കേൾക്കുന്നു. എന്തായാലും ഞാൻ പൊയ്ക്കോളാം, എനിക്ക് തരുന്ന സമ്മാനം തന്നോളൂ, അവൻ ഗുരുവിനോട് ചോദിച്ചു. ഗുരു വേഗം ചുവന്ന കല്ലെടുത്ത് കൊടുത്തു. നീ ഇന്ന് നിന്റെ വീട്ടിലേക്ക് പോവണ്ട, നാളെ പോയാൽ മതി. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അവൻ അവൻ്റെ എല്ലാ കാര്യങ്ങളും നാളേക്ക് മാറ്റി വയ്ക്കുന്നവനാണ്. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ ഇന്ന് ചെയ്യാറേയില്ല. പിന്നീട് എപ്പോഴെങ്കിലും അവന് തോന്നുമ്പോഴാണ് അവൻ ചെയ്യാറ്. അവൻ്റെ പഠനവും അവൻ അങ്ങനെ തന്നെയാണ് കൊണ്ടുപോയിരുന്നത്. അങ്ങനെ ഈ കല്ല് മഹർഷി ഇവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ കല്ല് വെച്ച് ഇരുമ്പ് കല്ലുകളിൽ ഉരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഇരുമ്പ് തൂണുകളിൽ ഉരയ്ക്കുമ്പോൾ അത് സ്വർണമായി വരും. ഇരുമ്പ് കൊണ്ടുള്ള എന്തിലുരച്ചാലും അത് സ്വർണമാകും. പക്ഷേ നാളെ നേരം വെളുക്കും വരെ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇന്നിപ്പോൾ ഉച്ച സമയമായിരിക്കുന്നു. ഇനി നിനക്ക് നാളെ നേരം വെളുക്കുന്നവരെ സമയമുണ്ട്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? രാത്രി ഉറക്കം ഒഴിച്ച് എല്ലാ ഇരുമ്പും കൊണ്ടുവന്ന് ഉരച്ച് മാക്സിമം പരമാവധി സ്വർണം ഉണ്ടാക്കി വയ്ക്കുമല്ലേ? പക്ഷേ നമ്മുടെ ഈ പയ്യൻ എന്ത് ചെയ്തു? കല്ലും കൊണ്ട് നേരെ മരച്ചുവട്ടിൽ ചെന്നിരുന്നു. ഇവനൊരു മുറിയുണ്ട്. ആ മുറിയിലേക്ക് അവൻ പതുക്കെ അവിടുന്ന് എണീറ്റ് പോയി. അവിടെ അവൻ്റെ കയ്യിലൊരു കൂട്ടൻ താക്കോലുണ്ടായിരുന്നു. അവൻ അതൊന്ന് പരീക്ഷിച്ചു നോക്കി, ഉരച്ചു നോക്കി. ആ താക്കോൽ കൂട്ടമെല്ലാം സ്വർണമായി മാറി. ഓഹോ, ഇത് നല്ല ഐഡിയ ആണല്ലോ. എനിക്കിനി ഭാവിയിൽ സമ്പാദിക്കാനൊന്നും പോവണ്ട. ഈ കല്ലൊരച്ച് സ്വർണമുണ്ടാക്കി കഴിഞ്ഞാൽ മതി. പക്ഷേ നാളെ 10 മണിക്ക് മുമ്പ് ഈ കല്ല് ഗുരുവിൻ്റെ കയ്യിൽ കൊടുക്കണ്ടേ? അപ്പം ഇനി എന്ത് ചെയ്യും? ആലോചിക്കാം. അവനിങ്ങനെ ചിന്തിച്ചിരുന്നു. ഉച്ചഭക്ഷണം അവൻ കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ടാവാം ഇനി വസ്തുക്കൾ തേടി ഇരുമ്പുണ്ടാക്കി ഉരയ്ക്കാൻ. അവൻ അങ്ങനെ ചിന്തിച്ചു. ഉച്ചയ്ക്ക് അവൻ ചോറുണ്ടതും അവൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നവനായതുകൊണ്ട് ഉറക്കം വരാൻ തുടങ്ങി. അവൻ ഉറങ്ങി തൂങ്ങാൻ തുടങ്ങി. ഓ, നാളെയല്ലേ എൻ്റെ വീട്ടിലേക്ക് പോകണ്ടു. എന്നാൽ പിന്നെ കുറച്ചു നേരം ഉറങ്ങിയിട്ട് പോയി ഇരുമ്പിൻ്റെ എല്ലാം കളക്ട് ചെയ്ത് ഉരച്ച് സ്വർണ്ണാക്കാം. ഇപ്പം ഞാൻ പോയി കടന്നുറങ്ങട്ടെ. അവൻ നേരെ അവൻ്റെ പായ വിരിച്ച് തലയണിയും വെച്ച് കൂർക്കം വലിച്ച് ഉറങ്ങാൻ തുടങ്ങി. ഗുരു അവനോട് പറഞ്ഞിട്ടുണ്ട് നാളെ രാവിലെ വരുമെന്ന്. പക്ഷേ ഈ മണ്ടനുണ്ടോ? അത് വല്ലതും ഓർമ്മ ഉറക്കത്തിൽ പെട്ടുപോയില്ലേ? ഉറക്കത്തിൽ പെട്ടു.
ആരും എഴുന്നേൽപ്പിച്ച് വിടാനും ഇല്ല. ശിഷ്യന്മാരെല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയി. ഗുരു വേറൊരു വീട്ടിലേക്ക് പോവുകയും ചെയ്തു. കൂർക്കം വലിച്ചുറങ്ങുക തന്നെയാണ് മൂപ്പര് കുംഭകർണനെ പോലെ. നേരം വെളുത്തിട്ടാണ് അവനൊന്ന് കണ്ണു തുറന്നത്. അപ്പോഴേക്കും നേരം എത്രയായി? 10 മണി കഴിഞ്ഞ് 11 മണിയാവാൻ പോകുന്നു. ഗുരു വന്ന് മുഖത്ത് വെള്ളം തളിച്ചിട്ടാണ് ഇവനൊന്ന് കണ്ണു തുറന്നിരിക്കുന്നത്. ഗുരുവിനെ കണ്ടു. അപ്പോഴാണ് ഇവനിങ്ങനെ ഓർമ്മ വന്നത്. അയ്യോ, ഗുരു ഒരു കല്ല് തന്നിട്ടുണ്ടല്ലോ. ആ കല്ലൊരിച്ച് മാക്സിമം സ്വർണം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടല്ലേ ഗുരു പോയത്. അയ്യോ, സമയം കഴിഞ്ഞു പോയി. ഇനി ഞാൻ എന്ത് ചെയ്യും? അവൻ്റെ സ്വപ്നമെല്ലാം തകർന്നടിഞ്ഞു വീണു. അവൻ സ്വപ്നം കണ്ടിരുന്നു വലിയ പണക്കാരനാവണതും, വലിയ കൊട്ടാരം കെട്ടണതും, വലിയ ജീവിതം ജീവിക്കുന്നതും എല്ലാം തവിട് പൊടിയായി. അതിൽ മഹർഷി പറയും, നിന്നോട് ഞാൻ സ്വർണമുണ്ടാക്കാൻ പറഞ്ഞിട്ട് നീ എത്ര ഉണ്ടാക്കി? ഞാൻ വിചാരിച്ചു ഈ റൂം മുഴുവൻ സ്വർണമായിരിക്കുമെന്ന്. ആകെ കുറച്ചൊരു താക്കോൽ കൂട്ടം മാത്രമേ ഉള്ളൂ സ്വർണമായിട്ട്. എന്താ നിനക്ക് പറ്റിയത്? ഞാൻ നാളെ ആവട്ടെ എന്ന് വിചാരിച്ചിരുന്നു ഗുരു. അപ്പോഴേക്കും ഞാൻ ഉറക്കത്തിൽ പെട്ടുപോയി. അവൻ സങ്കടത്തോടെ പറഞ്ഞു. നീ ഇങ്ങോട്ട് വാ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുഞ്ഞെ, സമയവും സന്ദർഭവും ഒരിക്കലും തിരിച്ചു വരികയില്ല. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നു തന്നെ ചെയ്യണം. നാളേക്കൊരിക്കലും മാറ്റിവെക്കാൻ പറ്റുകയില്ല. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കളയേണ്ട ഒന്നാണ് എന്ത്? മടി. അധ്വാനിക്കുന്നവൻ്റെ കൂടെ എപ്പോഴും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവുകയും ചെയ്യും, രോഗങ്ങൾ അകന്നു പോവുകയും ചെയ്യും. ഈ കഥയിൽ നിന്നും കിട്ടുന്ന ഗുണപാഠവും ഇതുതന്നെയാണ് കൊച്ചുമക്കളെ. ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ. അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ്. നിങ്ങളുടെ സ്വന്തം ടീച്ചർ അമ്മ. ഈ ഒരു കഥയോടൊപ്പം ടീച്ചർ അമ്മയുടെ കുഞ്ഞുമക്കൾ ടീച്ചർ അമ്മയെ വരച്ച ഏതാനും ചിത്രങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്. കാണുമല്ലോ.